ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമി വാച്ചസിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ബാറ്ററി ബാക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചാർജൊക്കെ കയറാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് കണ്ടു നോക്കാം. റിയൽമി വാച്ച് എസ് അതുപോലെ എസ് പ്രോയിനൊക്കെ ഈ സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. ചില സ്മാർട്ട് വാച്ചുകളിൽ കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്ട്രാപ്പുകളെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. സാധാരണ വാച്ചുകളെ പോലെയല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രാപ്പൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ വാച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് ബാക്കിലെ ആ പോർഷൻ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് അത് സീൽ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഹോട്ട് എയർ ഉപയോഗിച്ചൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ അത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ സൈഡ് ചെറിയ ടെമ്പറേച്ചറിൽ അതുപോലെ എല്ലാ ആംഗിളിലും ഈ പറഞ്ഞ പോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ബാക്കിലെ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത്തരത്തിൽ റിമൂവ് ചെയ്തതിന് ശേഷം ആ കണക്ടർ റിമൂവ് ചെയ്ത് നമുക്ക് ബാറ്ററിയും അതുപോലെ ബോർഡും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 390 mAhൻ്റെയാണ് ബാറ്ററി. ഏകദേശം ഒരു ബൾജ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അതാണ് ബാറ്ററി ബാക്കപ്പ് കുറയാനും അതുപോലെ ചാർജ് കയറാനും ഡിലേ വരുന്നത്. ഇത്തരത്തിൽ ബാറ്ററികൾ ഒരിക്കലും ഈ ഷാർപ്പായിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് തിക്കി എടുക്കരുത്. അത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം ലിഥിയം അയൺ ബാറ്ററികൾ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വാട്ടർ സീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലൂ എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ രണ്ടാമത് ബാറ്ററി ഫിക്സ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് സീൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വെള്ളം അകത്തോട്ട് കയറി ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിൽ IPO അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡോ ഉപയോഗിച്ച് ആ പശ കംപ്ലീറ്റ് അതിൻ്റെ എഡ്ജിലുള്ള എല്ലാം റിമൂവ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പർ സീലിംഗ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്ന ബാറ്ററി 500 mAh ആണ്. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് 390, അതായത് 390 mAh ആണ്. ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് 3.8 വോൾട്ടും അതുപോലെ 500 mAh ആണ് വരുന്നത്. നമ്മുടെ ഒറിജിനൽ ബാറ്ററിയും 3.8 വോൾട്ടേജും അതുപോലെ 390 mAh ആണ്. സോ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ബാറ്ററി കുറച്ച് കപ്പാസിറ്റി കൂടുതലെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് ഫിറ്റാണ്, എല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. സോ നമുക്ക് ആ ബാറ്ററി എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണാം. അതിൻ്റെ പുറകിലുള്ള സ്റ്റിക്കറിൻ്റെ ഒന്ന് റിമൂവ് ചെയ്ത് ബാറ്ററിക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഡബിൾ സൈഡ് ടാപ്പ് അതിൻ്റെ പുറകിലുണ്ട്. ഇതുപോലെ അറ്റാച്ച് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അതിൻ്റെ കണക്ടറിലോട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടെർമിനലും കൂട്ടിമുട്ടാതെ പ്രോപ്പറായിട്ട് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാം. റിയൽമി വാച്ചസ് ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലൊരു വാച്ച് തന്നെയാണ്. കാരണം 2 വർഷത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് മാത്രമേ ഇതിനകത്ത് കുറഞ്ഞുള്ളൂ, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ അത്യാവശ്യം നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കാരണം ഒരുപാട് മഴയത്തും അതുപോലെ വെള്ളമൊക്കെ ഇതിനകത്ത് ആയിട്ടുണ്ട്, എന്നിട്ടൊരു കംപ്ലൈൻറ്റ് പോലും ആയിട്ടില്ല. നമ്മൾ ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അതുപോലെ നമുക്ക് ചാർജിങ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിനോട്ട് കണക്ട് ചെയ്ത് പ്രോപ്പറായി ചാർജ് കയറുന്നതോടെ ചെക്ക് ചെയ്യണം. ചാർജ് എല്ലാം ഓക്കെയാണ്, ചാർജിങ് എല്ലാം പക്കയാണ്. ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ സീൽ ചെയ്യാനുള്ള പശയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ക്യാബിനൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ രണ്ടാമത് ഗ്ലൂ ഉപയോഗിച്ച് അത് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സീലിംഗ് ലഭിക്കാതെ വരികയും പിന്നീട് വാട്ടർ ഡാമേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് T7000 എന്ന ബ്ലാക്ക് ഗ്ലൂ ആണ്. ഈ ഗ്ലൂ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് എക്സസ് ആവാതെ വളരെ മിനിമലായിട്ട് ആ ഏരിയയിൽ മാത്രം, അതായത് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ട ആ ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കത്തെ പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ബോഡിയിലും അതുപോലെ ബാക്ക് കവറിലും വരുന്ന നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള ഗ്ലൂ എത്രത്തോളം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈ വാച്ച് വാട്ടർ സീൽഡ് ആയിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം ക്ലീൻ ചെയ്യുക. ശേഷം ഇത്തരത്തിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ്സായിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം അതിനകത്തോട്ട് കയറും, വേറെ വാട്ടർ ഡാമേജൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ടോ ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കാം. സോ നമ്മൾ അത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. വാച്ച് ഓണായി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ട്. റബ്ബർ ബാൻഡൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂ IP ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ അതുപോലെ കോൾ വരുമ്പോൾ അലേർട്ടും അത് മ്യൂട്ടാക്കാനും കട്ട് ചെയ്യാനും മാത്രമേ ഉള്ളൂ. കോൾ സംസാരിക്കാൻ പറ്റില്ല. ചില സ്മാർട്ട് വാച്ചുകളിൽ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് കോൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 1 വീക്കോളം ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടുന്നുണ്ട്. ഒരു 2 വർഷത്തിൽ കൂടുതലായതുകൊണ്ടാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ഒരുവിധം വാച്ചുകളിലെല്ലാം ഒരു 2 വർഷം കഴിയുമ്പോഴത്തേനും ബാറ്ററി ഡ്രെയിൻ ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ബാറ്ററി റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ലൈഫ് കിട്ടും. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പ്രോപ്പറായിട്ട് സീലായിട്ടില്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ വെള്ളം നിറയുമ്പോഴും മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക.
അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.